ശ്രീ മോൻസ് ജോസഫ്, ആദ്യം അഭിനന്ദനങ്ങൾ. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വകുപ്പ് സംബന്ധിച്ചും വ്യക്തത വന്നു കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ആദ്യ നടപടിയായി അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കേരളം? ഇല്ല, വകുപ്പ് സംബന്ധിച്ചുള്ള ധാരണകളാണ് മുന്നണിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും പ്രഥമ യോഗവും നടന്നതിലും ബുധനാഴ്ച ക്യാബിനറ്റ് യോഗമുണ്ട്. അതിനു മുൻപായി വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തിയ ഉത്തരവുകൾ ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ നേതാക്കളോട് കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതേ തുടർന്ന് വകുപ്പുകൾ ഓരോരുത്തർക്കും വ്യക്തതയോടെ ഏതൊക്കെ വകുപ്പുകൾ എന്നതിൻ്റെ ഉത്തരവിറങ്ങിയ ശേഷം വകുപ്പുകളെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതാനും ദിവസത്തേക്ക് കൂടി ഇക്കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും അധികാരത്തിൽ വന്ന ശരി, ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി വിജയിച്ചു എന്നുള്ള അഭിമാനം കൂടി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ 2 മന്ത്രിസ്ഥാനം എന്ന് കിട്ടില്ല എങ്കിലും ഒരു ചീഫ് വിപ്പും ഒരു മന്ത്രിസ്ഥാനവുമാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഭരണവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. എന്താണ് അങ്ങേക്കത് പറയാം? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, UDFൻ്റെ പ്രഥമ കൺവീനറും UDFൻ്റെ സീനിയർ നേതാവുമായ PJ ജോസഫ് സാറ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹം ആശയപരമായ നിരവധി കാര്യങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാവാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കർഷക ജനതയുടെ താല്പര്യങ്ങൾ, കേരളത്തിൻ്റെ സമഗ്ര വികസനം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വളരെ തികഞ്ഞ തീക്ഷ്ണതയോടെ കേരള കോൺഗ്രസ് പാർട്ടി ഈ ഭരണ കാലഘട്ടത്തെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ അക്കാര്യത്തിൽ ഒരു വകുപ്പ് വെച്ച് മാത്രമല്ല, UDF മന്ത്രിസഭ തന്നെ ഇപ്പോൾ മലയോര ജനതയുടെ നിരവധിയായ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയുടെ തകർച്ച, വികസന രംഗത്തുണ്ടായ മുരടിപ്പും പ്രശ്നങ്ങളും, ഞാനിപ്പോൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയിലേക്കാണ് വരാൻ സാധ്യതയുള്ളത്. സ്വാഭാവികമായി ഇപ്പോൾ അവിടെ ജലജീവൻ മിഷൻ പദ്ധതി സ്റ്റേറ്റ് ഒട്ടാകെ വിവിധങ്ങളായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. വാട്ടർ അതോറിറ്റി പ്രതിസന്ധി നേരിടുന്നു. നമ്മുടെ കുടിവെള്ള വിതരണം ഒക്കെ തന്നെ ഇപ്പോൾ താറുമാറായ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നതാണ് ഞാൻ പ്രാഥമികമായി കേൾക്കാനിടയായത്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രതിസന്ധിയിലേക്ക് പോയ കഴിഞ്ഞ ഇടതുമുന്നണിയുടെ ഭരണകാലഘട്ടം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ നട്ടം തിരിയുന്ന കേരളം സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണം. പിന്നത്തെ മന്ത്രിസഭാ യോഗം ഒരു ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് തീരുമാനമെടുക്കുകയുണ്ടായി. ആ ധവളപത്രത്തിൻ്റെ അത് അവതരിപ്പിക്കുന്നത് തന്നെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ കാര്യം പുറത്തു കൊണ്ടുവരാനാണ്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ ജനക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒരു സൽഭരണം കാഴ്ചവെക്കുക, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും നടപ്പാക്കാനുള്ള കാലഘട്ടമാക്കി ഇതിനെ മാറ്റുക എന്നതൊരു കാര്യം. ഇവിടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള സർക്കാരായിരിക്കുമെന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം തന്നെ തെളിയിച്ചു. വാക്കുപാലിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് എന്ന് ഇന്നത്തെ ആദ്യ ദിനം തന്നെ തെളിയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ തുടക്കം. നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു പോകാനുള്ള പരിശ്രമം ഉണ്ടാവും. തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ മോൻസ് ജോസഫ്, ഈ ഘട്ടത്തിൽ ആ തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.